കേരളയിൽ അതിവേഗ പാത അനിശ്ചിതത്വങ്ങളെല്ലാം നീങ്ങി വീണ്ടും മുന്നോട്ട് പോകുമെന്ന ഒരു പ്രതീക്ഷയിലാണ് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവുമായി ചർച്ച ചെയ്യാനായി പ്രൊഫസർ കെ.വി. തോമസ് കേരളത്തിന് പ്രതിനിധി ഇപ്പോൾ ഡൽഹിയിലെത്തിയിരിക്കുകയാണ്. പക്ഷേ അശ്വിനി വൈഷ്ണവുമായിട്ടുള്ള ഒരു ചർച്ച എന്ന് നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ മെട്രോമാൻ അദ്ദേഹത്തിൻ്റെ പ്രപ്പോസൽ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ മേലിൽ കൂടി പോവുക, തൂണിലൂടെ, അല്ലെങ്കിൽ താഴെ കൂടി പോവുക. ആ പ്രപ്പോസലാണ് ഒരു വർഷം മുമ്പ് നമ്മൾ ചർച്ച ചെയ്ത് ഞാൻ അദ്ദേഹത്തിന് വീട്ടിൽ പോവുകയും ചെയ്തു, സീമിൻ്റെ അനുവാദത്തിൽ. അപ്പോൾ അദ്ദേഹം സീമിനെ വീണ്ടും കണ്ടിട്ടുണ്ട്, പ്രപ്പോസൽ കൊടുത്തിട്ടുണ്ട്. സി ആ പ്രപ്പോസൽ എനിക്ക് തന്നു. അതോടൊപ്പം തന്നെ അശ്വിനി വൈഷ്ണവെ CM നേരിട്ട് സംസാരിക്കും ഈ കാര്യത്തെക്കുറിച്ച്. ഞാൻ സംസാരിക്കും, ബന്ധപ്പെടുമെന്ന് പറഞ്ഞു. കഴിഞ്ഞ ആഴ്ച ഞാൻ കൊച്ചിയിലെ ഇൻവെസ്റ്റേഴ്സ് മീറ്റിങ്ങിൽ നിൽക്കുമ്പോൾ എനിക്ക് കോൾ വന്നിരുന്നു, എന്നാ വരുന്നത്. ഞാൻ പറഞ്ഞു അടുത്ത ആഴ്ച ഞാൻ വരും. അതനുസരിച്ചാണ് വന്നിരിക്കുന്നത്. നമ്മെ സംബന്ധിച്ചൊരു തീരുമാനം ഉണ്ടാകും. കാരണം കേരളത്തിൽ വളരെ ട്രാഫിക് ജാമാണ്. ഇപ്പോൾ നമ്മൾ ദേശീയപാത വികസിപ്പിച്ചാൽ പോലും നമ്മുടെ പ്രശ്നങ്ങൾ തീരുന്നില്ല. അതുപോലെ കംഫർട്ടബിൾ യാത്രയാണ്, ഒത്തിരി അപകടങ്ങളാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ മാറ്റം ഉണ്ടാകണമെങ്കിൽ ഈ മെട്രോമാൻ്റെ ഒരു വരവിന്, ഈ പദ്ധതിയിലേക്ക് വരവിന് ശേഷവും പദ്ധതി വളരെ വേഗത്തിൽ തന്നെ മുന്നോട്ട് പോകുന്നതായിട്ടാണ് മാഷ് തോന്നുന്നത്. അല്ല, ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഒരു നെഗറ്റീവ് ഒരു അപ്രോച്ചിൽ നിന്ന് പോസിറ്റീവ് അപ്രോച്ചായിരുന്നു. അദ്ദേഹത്തിൻ്റെ സൽപ്പേരുണ്ടല്ലോ. പിന്നെ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഭരണസാരഥ്യം എല്ലാവരും അംഗീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഈ പ്രപ്പോസൽ കേന്ദ്ര ഗവൺമെൻറ് അപ്രൂവ് ചെയ്താൽ സ്വാഭാവികമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അത് അപ്രൂവൽ ഉണ്ടോ ഇല്ലയോ നമ്മൾ പരിശോധിക്കുന്നത്. പ്രോജക്റ്റ് മുന്നോട്ട് പോകണമെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് സമീപനം അറിയണമല്ലോ. അപ്പോൾ ചർച്ചയ്ക്ക് നമ്മൾ തയ്യാറാണ്. KM ഇബ്രാഹിമിൻ്റെ നേതൃത്വത്തിൽ ഒരു സംഘ ഉദ്യോഗസ്ഥന്മാർ മെട്രോമാനൊക്കെ സംസാരിച്ചിട്ടുണ്ട്. സീമിൻ്റെ നിർദ്ദേശാനുസരണം ഞാൻ ഇബ്രാഹിമിവിടെ വന്നിട്ട് ഞങ്ങൾ സംസാരിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും കേരള ഗവൺമെൻറ് വളരെ പോസിറ്റീവാണ്. ഈ നിർണായക ചർച്ച അശ്വിനി വൈഷ്ണവുമായിട്ടുള്ള ഈ ആഴ്ച തന്നെ നടക്കുമെന്ന് പ്രതീക്ഷിക്കണം. മഹാകുംഭമേള കഴിഞ്ഞാൽ ഇരിക്കാൻ പറ്റുമെന്നാണ് എനിക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ. അതെല്ലാം ഈ പിന്നെ മിനിസ്റ്ററുടെ സെക്രട്ടറി എന്നെ 2 പ്രാവശ്യം ഫോണിൽ വിളിച്ചിരുന്നു, എൻ്റെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു. ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ ഉണ്ടാവും, അതിലൊന്നും അറിയണം, ഞാനത് അതറിയണം. നമ്മൾ എത്ര നാളായി ഇതിൻ്റെ പുറകെ. അതുപോലെ എയിംസ് നമുക്ക് ലഭ്യമാകേണ്ടതല്ലേ. നമ്മൾ കോഴിക്കോട് കൊടുത്തു. ഞാൻ ആദ്യം വന്ന ചെയ്ത കേസ് അതാണ്. അപ്പോൾ പക്ഷെ അതിങ്ങനെ നീട്ടിപ്പോവും. അപ്പോൾ അവർ തീരുമാനം അവരല്ലേ എടുക്കേണ്ടത്. അപ്പോൾ ശ്രീധരൻ ഇപ്പോൾ ഈ ബ്രോഡ് ഗേജ് DPR മാറ്റണം എന്നുള്ള കാര്യത്തിൽ അദ്ദേഹം വളരെ വ്യക്തമായ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് ഗേജ് തന്നെയാണ് നല്ലതെന്ന്. അപ്പോൾ ശ്രീധരന്റെ ഒരു പ്രായോഗികതയും ശ്രീധരന്റെ ഒരു അനുഭവ സമ്പത്തും DMRCയുടെ ഒരു ഇടപെടൽ കൂടിയാകുമ്പോൾ അതിവേഗ പാത വളരെ വേഗം തന്നെ നടപ്പിലാകുമെന്നാണ്. ശ്രീധരന്റെ ടെക്നിക്കൽ നോളജ്, നമ്മുടെ മുഖ്യമന്ത്രിയുടെ നിശ്ചയദാർഢ്യം, അതറിയാം. ദേശീയപാത നമ്മുടെ 35 മീറ്റർ മതി എന്ന് പറഞ്ഞിട്ട് 75 മീറ്ററിലേക്ക് പോയിരിക്കുന്നു. വിഴിഞ്ഞം പ്രോജക്റ്റ് യാഥാർത്ഥ്യമാകുന്നത്. അപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രിക്ക് അത് ഗെയിൽ പ്രോജക്റ്റ് എല്ലാവരും വിട്ട് കളഞ്ഞതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഈ പ്രോജക്റ്റ് നടപ്പിലാക്കാൻ നമ്മുടെ മുഖ്യമന്ത്രിക്ക് കഴിയും. അത് എന്ന ഭരണസാരഥ്യം കൊണ്ട് കഴിവുകൊണ്ട് കഴിയും. അതേസമയത്ത് മെട്രോ ടെക്നിക്കൽ നോയുണ്ട്, അദ്ദേഹത്തിൻ്റെ ഒരു വിശ്വസ്തതയുണ്ട്. ഇതെല്ലാം കൂടി വെച്ച് കഴിഞ്ഞ് പിന്നെ സാമ്പത്തികം പ്രശ്നമല്ല ഈ പ്രോജക്റ്റ്. ഏതായാലും പ്രൊഫസർ കെ.വി. തോമസിന്റെ ഭാഷ കടമെടുക്കുകയാണെങ്കിൽ ഈ ആഴ്ച തന്നെ അല്ലെങ്കിൽ അടുത്ത ആഴ്ച 2-1 അറിഞ്ഞിട്ടതിന് ശേഷം മാത്രമായിരിക്കും ഡൽഹി വിട്ട് കേരളത്തിലേക്ക് പോവുക. അതിവേഗ പാതയുടെ അതിവേഗത്തുള്ള ചർച്ചയാണ് ഡൽഹിയിൽ ഈ ആഴ്ച തന്നെ ആരംഭിക്കുന്നത്. ഇമ്രാൻ അൻസാരിക്കൊപ്പം D. ധനസുമോദ്, മീഡിയ 1, ഡൽഹി.